ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്ന് ഞാൻ ഇങ്ങനെയൊരു വീഡിയോ ചെയ്യാനുള്ള കാരണം, വത്തിക്കാനിൽ നിന്നും നമ്മുടെ മാർപ്പാപ്പ പുറപ്പെടുവിച്ച ഒരു വത്തിക്കാൻ രേഖയിൽ പരിശുദ്ധ അമ്മ സഹരക്ഷകയല്ല, ഏകമധ്യസ്ഥയല്ല, അങ്ങനെയൊരു പ്രഖ്യാപനം ഉണ്ടായതിനെ ചൊല്ലി സാധാരണ ജനങ്ങളുടെ ഇടയിൽ ഒത്തിരി കൺഫ്യൂഷൻസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ യൂട്യൂബിൽ കൂടെ കുറേ അച്ഛന്മാരും സഭയുടെ മീഡിയ എല്ലാവരും ചേർന്ന് പുതിയ വീഡിയോസൊക്കെ ഇറക്കി കുറേ പേരൊക്കെ കാണുന്നുണ്ട്. പക്ഷേ കാണാത്തവരും കുറേ പേരുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, ഇനി ജപമാല ചൊല്ലണം, പ്രാർത്ഥിക്കണം, അല്ല പരിശുദ്ധ മാതാവിന് മധ്യസ്ഥം യാചിക്കാനുണ്ടോ എന്നൊക്കെയുള്ള ഒത്തിരി കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പം ഞാനൊരു സാധാരണക്കാരത്തിയാണ്. അപ്പോൾ സാധാരണ ജനങ്ങളുടെ കൂടെ നിന്നുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. എല്ലാവർക്കും അത് അനുയോജ്യമായ രീതിയിൽ കർത്താവ് എന്നെ നയിക്കട്ടെ. പരിശുദ്ധാത്മാവ് ഇത് കേൾക്കുന്ന ഓരോ മക്കളിലും പരിശുദ്ധാത്മാവ് ഒത്തിരിയേറെ പ്രവർത്തിച്ച് സത്യത്തിൻ്റെ റിയാലിറ്റി, സത്യം മനസ്സിലാക്കാനുള്ള ഹൃദയം തുറന്നു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, എനിക്ക് ആദ്യം പറയാനുള്ളത് സഹരക്ഷക എന്നതിനേക്കാൾ കൂടുതലായിട്ട് മധ്യസ്ഥ എന്നുള്ളതാണ്. പരിശുദ്ധപിതാവ് പഠിപ്പിക്കുന്നത് സഹരക്ഷക അല്ല, ഏകമധ്യസ്ഥയല്ല, ഓക്കെ എന്നുള്ളതാണ്. ഇപ്പോൾ കൺഫ്യൂഷനായിരിക്കുന്നത് മാതാവിനോട് മധ്യസ്ഥം പറയണോ വേണ്ടേ. അതിലിപ്പം ഞാൻ തിരുവചനത്തിൽ അടിസ്ഥാനമാക്കിയിട്ട് 2-3 കാര്യങ്ങൾ മാത്രം ഇവിടെ പറയാനാണ് ആഗ്രഹിക്കുന്നത്. എനിക്ക് പഠിപ്പിക്കാനൊന്നും ഉള്ള ഇതില്ല, അറിവില്ല. പക്ഷേ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇതിനെപ്പറ്റിയുള്ള ധ്യാനത്തിലായിരുന്നു. അപ്പോൾ അതിൽ എനിക്ക് എൻ്റെ ചിന്തകളിൽ വന്ന തമ്പുരാൻ തോന്നിച്ച കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിരിക്കുന്നത്. അപ്പോൾ പരിശുദ്ധ അമ്മയെ നമ്മൾ എങ്ങനെയാണ് മധ്യസ്ഥയായിട്ട് കണക്കാക്കുന്നത്? സാധാരണക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ കാനായിലെ കല്യാണ വിരുന്നിനെ പറ്റി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മിക്കവാറും വീടുകൾ കല്യാണമോ ഒത്തുകല്യാണമൊക്കെ ഉള്ളപ്പോഴൊക്കെ വായിക്കുന്ന ഭാഗം കൂടി അത് തന്നെയാണ്. പിന്നെ അല്ലാതെ തന്നെ നമുക്ക് ഒത്തിരി സ്ഥലത്ത് ഈ വചനം, എനിക്ക് 54 വയസ്സായി, എത്ര വർഷത്തിൽ എത്രയോ പ്രാവശ്യം ഞാൻ ഈ വചനം ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു കഴിഞ്ഞു. പള്ളികളിൽ നിന്നൊക്കെയാണ് കേൾക്കാൻ ഇടയായി ഇട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത്ര വ്യാഖ്യാനം ധ്യാന സെൻ്ററുകളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇതെൻ്റെ കൊച്ചുമോളാണ്. അങ്ങനെ വരുമ്പോൾ എൻ്റെ ഉള്ളിൽ വന്നൊരു ചിന്ത, പരിശുദ്ധ ദൈവമാതാവിനെ ഞാനും മധ്യസ്ഥയായിട്ട് കണക്ക് കൂട്ടാനുള്ള ദൈവവചനത്തിൻ്റെ ഭാഗം അതാണ് ഞാനിപ്പോൾ ഇവിടെ പറയുന്നത്. കാനായിലെ കല്യാണ വിരുന്നിൽ ആ വീട്ടിലെ വീഞ്ഞ് തീർന്നു പോയി എന്ന് ആ വീട്ടുടമസ്ഥൻ പറഞ്ഞതായിട്ട് വചനത്തിൽ കാണിക്കുന്നില്ല. ആ വീട്ടുടമസ്ഥൻ ടെൻഷനായിട്ട് വിഷമിച്ച് നിൽക്കുന്നൊരു ഭാഗമാണ് അമ്മ കണ്ടുപിടിച്ചത്. അപ്പോൾ അമ്മ ആ വീട്ടിലെ ഒരു കുടുംബാംഗമായിരുന്നായിരിക്കാം. അപ്പോൾ അമ്മ ആ വീട്ടിൽ കൂടെ മുഴുവനും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ആ വീട് മുഴുവനും അവിടുത്തെ പ്രോഗ്രാംസൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഇരിക്കുമ്പോൾ അമ്മയുടെ മുമ്പിലേക്ക് ഈ വേദനിച്ച് നിൽക്കുന്ന മനുഷ്യനെ അമ്മ കാണുകയില്ല. അമ്മ അയാളോട് ചോദിച്ചായിട്ട് വചനം പറയുന്നില്ല, വീഞ്ഞ് തീർന്നു പോയോ, എന്നാ പറ്റി, ഇപ്പോൾ മേടിക്കാൻ പറ്റത്തില്ല, ഇങ്ങനെയൊന്നും പറഞ്ഞായിട്ട് കാണുന്നില്ല. പക്ഷേ അമ്മ അത് കണ്ടു മനസ്സിലാക്കി. അവിടെ അമ്മയുടെ പ്രത്യേകത, അമ്മ അത് കണ്ടു മനസ്സിലാക്കിയിട്ട് മോൻ അവിടെ പുറത്ത് ആൾക്കാരുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിപ്പുണ്ട്. അപ്പോൾ അമ്മ മോനെ ഡിസ്റ്റർബ് ചെയ്യാനും പോയില്ല. അമ്മ കുറച്ച് ആലോചിച്ചു, എന്നിട്ട് പറഞ്ഞു, അങ്ങനെ അവരുടെ വീഞ്ഞ് തീർന്നു പോയി എന്ന് പറയുമ്പം ഈശോ പറയുന്നൊരു മറുപടിയുണ്ട്, സ്ത്രീയെ എനിക്കും നിനക്കും എന്ത്, എൻ്റെ സമയം ഇനിയുമായിട്ടില്ല. അപ്പം അമ്മ എന്നാ ചെയ്തേ? അപ്പം അമ്മ അവിടെ നേരെ ഒന്നും കൂടെ ചോദിക്കാൻ നിന്നില്ല, റിക്വസ്റ്റ് ചെയ്യാൻ നിന്നില്ല. അവിടെ നമ്മ നേരെ പോയിട്ട് ജോലിക്കാരുടെ അടുത്ത് ചെല്ലുക, ജോലിക്കാരോട് പറയുകയാണ് അവൻ പറയുന്നത് പോലെ ചെയ്യുക. ഈശോയുടെ അടുത്തേക്ക് ജോലിക്കാരെ പറഞ്ഞു വിട്ടിട്ട് അവൻ എന്ത് പറയുന്നാലും അതുപോലെ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് ബാക്കി കാര്യം നമുക്കറിയാവുന്ന കാര്യമാണ്. പറഞ്ഞു കഴിഞ്ഞു, ജോലിക്കാർ ഈശോയുടെ അടുത്ത് ചെന്നു. അപ്പോൾ ഈശോ പറഞ്ഞു, അവിടെ വെച്ചിട്ടുള്ള 6 കൽഭരണികളുണ്ടായിരുന്നു. യഹൂദരുടെ ശുദ്ധീകരണ പ്രവർത്തനങ്ങൾക്ക് വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികളുണ്ടായിരുന്നു. ആ കൽഭരണികളിൽ നിറയെ വെള്ളം നിറയ്ക്കാനാണ് ഈശോ പറയുന്നത്. ആ വെള്ളം നിറയ്ക്കാൻ ഈശോ പറഞ്ഞില്ല, സമയമായിട്ടില്ലെങ്കിൽ ഈശോ ചെയ്യാതിരുന്നാൽ പോലെ. അപ്പോൾ എൻ്റെ ചിന്തയിൽ ആദ്യം വന്നൊരു ചിന്ത ഇതാണ്, പരിശുദ്ധ അമ്മ ഈശോയുടെ അമ്മയാണ്. അപ്പോൾ അമ്മ പറഞ്ഞൊരു വാക്കിനെ ബഹുമാനിക്കണം, അമ്മയെ ബഹുമാനിക്കണം. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചായിരിക്കും ഒരു പക്ഷേ അമ്മ എങ്ങനെ പറഞ്ഞു, മോനെ വീഞ്ഞു തോന്നുന്നു. അപ്പോൾ സമയമായിട്ടില്ലെങ്കിലും അമ്മ പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ
അമ്മയെ ബഹുമാനിക്കാൻ അല്ലെ അമ്മയുടെ വാക്കിന് വില കൊടുക്കുന്ന ഒരു മകനായിരുന്നു ഈശോ. അമ്മയുടെ ആ വാക്കിനെ മാനിച്ചുകൊണ്ട്, അമ്മയുടെ റിക്വസ്റ്റിനെ മാനിച്ചുകൊണ്ട്, അമ്മയുടെ വിഷമം മോൻ മനസ്സിലാക്കി അതുകൊണ്ട് മാത്രമാണ് അന്ന് അവിടെ ആ വലിയ അത്ഭുതം സംഭവിച്ചത്. സമയമായിട്ടില്ല എന്ന് പറഞ്ഞിട്ടും തൻ്റെ ആദ്യത്തെ അത്ഭുതം പ്രവർത്തിക്കാൻ പ്രേരണ കൊടുത്തത് ആരാ? ഈശോയ്ക്ക് പ്രേരണ കൊടുത്തത് അമ്മ, പരിശുദ്ധ അമ്മയായിരുന്നു. അമ്മ പറഞ്ഞില്ലെങ്കിൽ അതവിടെ സംഭവിക്കത്തില്ലല്ലോ. മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കി, നമ്മുടെ ഹൃദയവിചാരങ്ങളെ പോലും മനസ്സിലാക്കിയിട്ട് നമ്മുടെ വേദനകളെ കർത്താവിന് മുമ്പിൽ സമർപ്പിക്കുക എന്നുള്ളതാണ് അമ്മ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം. അമ്മ സ്വന്തം ഏറ്റെടുക്കുന്ന ദൗത്യം. നമ്മളാരും പറഞ്ഞതുകൊണ്ടല്ല അമ്മ ചെയ്യുന്നത്. നമ്മൾ അമ്മയോട് പ്രാർത്ഥിച്ചാലും ഇല്ലെങ്കിലും അമ്മ നമ്മുടെ കാര്യങ്ങൾ ശ്രദ്ധാലും അമ്മ ഓടി നടന്ന് നമ്മളുടെ കൂടുതൽ നടക്കുന്നുണ്ട്. അമ്മയുടെ ഓരോ കുഞ്ഞുമക്കളെയും സ്വർഗത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി തീഷ്ണതയോടുകൂടി ഓടി നടക്കുന്നുണ്ട് ആണ് നമ്മുടെ പരിശുദ്ധ അമ്മ. അതുകൊണ്ടാണ് ലോകത്തിലെ നാനാഭാഗങ്ങളിൽ പരിശുദ്ധ അമ്മ തൻ്റെ പ്രതിഷീകരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. രക്തക്കണ്ണീരൊഴുക്കുന്ന അമ്മ, കണ്ണുനീരൊഴുക്കുന്ന അമ്മ പല സ്ഥലങ്ങളിലും പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് മകൻ പറയുന്ന പോലെ ചെയ്യും മക്കളെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പുറകെ ഓടി നടക്കും. അത് നമുക്ക് മനസ്സിലാക്കാനുള്ള കറക്റ്റായിട്ട് മനസ്സിലാക്കാനുള്ളൊരു തെളിച്ചം, നമ്മുടെ ജ്ഞാനം നമ്മൾ നിറഞ്ഞു വരാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അമ്മ എന്തിനെങ്ങനെ ഓടി നടക്കുന്നത്? നമ്മൾ ചെല്ലുന്നുണ്ട്, പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമെന്ന് നമ്മളൊരു അപേക്ഷ അങ്ങോട്ട് വെച്ചേക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മനുഷ്യൻ, ഈ ഭൂമിയിൽ മനുഷ്യനായി ജനിച്ച ഏതൊരു വ്യക്തിക്കും പ്രധാനം സ്വർഗത്തിൽ പോകുന്നതാണ്. ദൈവം തമ്പുരാന് 33 വർഷം ഭൂമിയിൽ മനുഷ്യനായിട്ട് ജീവിച്ച് എന്തിനാ മനുഷ്യനായിട്ട് ഒരു ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥയിൽ ഒരു പുൽത്തൊട്ടിയിൽ ജനിച്ച് ഒരു ആശാരിപ്പണി ചെയ്യുന്ന ഒരു വ്യക്തിയെ, അദ്ദേഹത്തെ വളർത്താൻ വേണ്ടി തമ്പുരാനെ ഏൽപ്പിച്ചു. യോസേപ്പിതാവിനെ പരിശുദ്ധ അമ്മയെ നസ്രത്തിൽ അവരങ്ങനെ ജീവിച്ചു. അത്രയും എളിമയിലുള്ളൊരു ജീവിതം. ഈ ലോകത്തിൻ്റെ പ്രപഞ്ചത്തിൻ്റെ, ഭൂമിയുടെയും സ്വർഗത്തിൻ്റെയും പാതാളത്തിൻ്റെയും ഉടയവനായ കർത്താവിന് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ്? ആദ്യം മാതാപിതാക്കൾ തെറ്റ് ചെയ്തു, നിത്യജീവനിൽ നിന്ന് അവർ വിട്ടകന്നു. അപ്പോൾ കുറേ പ്രവാചകന്മാരെ അയച്ചു, ന്യായാധിപന്മാർ വന്നു, ഒത്തിരി പേര് കുറേ പേര് ഭൂമിയിലേക്ക് അയച്ചു മനുഷ്യനെ മാനസാന്തരപ്പെടുത്താൻ. പക്ഷേ കർത്താവ് നോക്കിയിട്ട് എല്ലാവരും ഒന്നും ലക്ഷണം കാണുന്നില്ല. അവസാനം തന്നെ തൻ്റെ ഏകജാതനെ ഭൂമിയിലെ മക്കൾക്ക് വേണ്ടി മരിക്കാനായിട്ട് വിട്ടുകൊടുത്തൊരപ്പനാണ്. ഞാനെപ്പോഴും ഓർക്കും, അബ്രഹത്തിൻ്റെ ബലിയും ദൈവപിതാവിൻ്റെ ബലിയൊക്കെ തമ്മിൽ ഏതാണ്ടൊരു ഈക്വാലിറ്റി ഉള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ഒത്തിരി മുകളിലാണ് ദൈവപിതാവിൻ്റെ ബലി. തൻ്റെ പുത്രനെ ഈ ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, സ്വന്തം മക്കൾക്ക് വേണ്ടി, നമുക്ക് നമ്മുടെ രൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ സന്തോഷത്തോടു കൂടി ദൈവത്തെ പോലെ സൃഷ്ടിച്ച മനുഷ്യമക്കൾ തെറ്റ് ചെയ്ത് നിത്യജീവനിൽ നിന്ന് വിട്ടകന്ന് മാറിയപ്പോൾ പിതാവിനുണ്ടായ ദുഃഖത്തിൻ്റെ ഒരു അവസാനത്തെ ഒരു ആ വേദന അത് നിന്നു പോകണം. മനുഷ്യരെല്ലാം രക്ഷപ്പെട്ട് സ്വർഗത്തിലെത്തണം. പിശാചിൻ്റെ പിടിയിൽ ആരും ഉണ്ടാകാൻ പാടില്ല. ഇത്രയൊരു സ്വപ്നത്തോടു കൂടി ദൈവം തൻ്റെ ഏകപുത്രനെ ഭൂമിയിലേക്ക് മനുഷ്യനെ, അതൊരു ദരിദ്രാവസ്ഥയിൽ ഒരു രാജകൊട്ടാരത്തിലൂടെ ജനിക്കാനും വലിയ വലിയ വീടുകൾ ജനിക്കാനും, പക്ഷേ ഒന്നുമില്ലാതെ നിസ്സാരനായിട്ട്. കാരണം ഈ ഭൂമിയിലെ ഏറ്റവും പാവപ്പെട്ടവനും അവൈലബിൾ ആകണം ക്രിസ്തു. ആ കാലിത്തൊഴുത്തിൽ ജനിച്ചതെന്ന് പറയുമ്പോൾ ഏറ്റവും, അതുകൊണ്ട് തന്നെയല്ലേ ഈ ഈശോ ഉണ്ടായിന്ന് ആദ്യം അറിയപ്പെടുന്ന ആട്ടിടയന്മാർക്ക്, രാജാക്കന്മാർക്കൊക്കെ അതിനെപ്പറ്റിയുള്ള വെളിച്ചം കൊടുക്കുന്നുണ്ടെങ്കിലും ആ ആട്ടിടയന്മാരൊന്നും അറിയാത്തവർ, അവർക്ക് ദൈവത്തെപ്പറ്റി കൂടുതലൊന്നും അറിയത്തില്ലാത്ത എവിടെ കിടന്നുറങ്ങിയ മനുഷ്യന്മാർ, അവരെ മലാകെ പറഞ്ഞു വിട്ട് എഴുന്നേൽപ്പിച്ച് അവരെ അവിടെ എത്തിക്കുക. ബത്ലഹേമിൽ ലോകത്തിന് മുഴുവൻ രക്ഷ നൽകാനുള്ള ഒരു വലിയ സന്ദേശമാണ് ക്രിസ്തു. ആ ക്രിസ്തുവിൻ്റെ അമ്മയാകാൻ അനാദിയിലെ പ്ലാൻ ചെയ്തു വച്ചിരുന്ന പരിശുദ്ധ കന്യാമറിയം. ആർക്കും ഇതിനെ ഖണ്ഡിക്കാൻ പറ്റത്തില്ല. അത്ര വലിയൊരു സ്നേഹമാണ് പിതാവ് ചെയ്തത്. അത് അമ്മയെ തന്നെ തിരഞ്ഞെടുത്ത്. ഭൂമിയിൽ എത്ര സ്ത്രീകൾ ഇന്നും ഞാൻ കേട്ടിട്ടുള്ളത്, മിശിഹ വരൂ എന്ന് പറഞ്ഞ് ഇന്നും യഹൂദ സ്ത്രീകൾ കല്യാണം കഴിക്കാതെ അവരുടെ ഗർഭപാത്രം ശുദ്ധമായിട്ട് കാത്തുസൂക്ഷിച്ച്, ശരീരം ശുദ്ധമായിട്ട് കാത്തുസൂക്ഷിച്ച് ജീവിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് അനാദിയിലെ പരിശുദ്ധ ദൈവമാതാവിനെ തിരഞ്ഞെടുത്ത് നമ്മൾ 33:15 കാണുന്നുണ്ടല്ലോ. നീയും സ്ത്രീയും തമ്മിൽ, നിൻ്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിൻ്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കുക. ശരി. അപ്പോൾ പിശാചിനോട് ദൈവം പറഞ്ഞ കാര്യം അത്. ആ സ്ത്രീ അന്നേ അപ്പോൾ കർത്താവ് കരുതി വെച്ചിട്ടുണ്ട്. ഈ ഉൽപ്പത്തി പുസ്തകം എഴുതിയിട്ട് എത്ര വർഷങ്ങൾ, എത്ര നൂറ്റാണ്ടായി. അതിനു മുമ്പേ ദൈവം കരുതി വെച്ച അമ്മയത്. തൻ്റെ പുത്രന് ജന്മം നൽകാൻ യോഗ്യയാകത്തക്ക രീതിയിൽ അനാദിയിലെ കരുതി വെച്ചു. അത്രയോ നൂറ്റാണ്ട് മുമ്പ് കരുതി വെച്ചിരിക്കുന്ന അമ്മ വർഷങ്ങൾക്ക് ശേഷമാണ് യേശുക്രിസ്തു മനുഷ്യനായി ഭൂമിയിൽ ജനിക്കുന്നത്. പിതാവിൻ്റെ സ്വപ്നമായിരുന്നു, ഡ്രീമായിരുന്നു.
പിതാവിൻ്റെ സ്വപ്നമായിരുന്നു പരിശുദ്ധാമ്മ. പിതാവിൻ്റെ ഡ്രീമായിരുന്നു എൻ്റെ മോനെ കറക്റ്റായിട്ട് നോക്കി വളർത്തി ആ മരിക്കാൻ തക്കതായ യോഗ്യതയിലേക്ക് എത്തിച്ച് മനുഷ്യനായിട്ട് ഈ ഭൂമി ജീവിക്കുമ്പോഴൊക്കെ അവന് വേണ്ട സംരക്ഷണവും സ്നേഹവും എല്ലാം മറ്റ് ആവശ്യങ്ങളെല്ലാം നടത്തി കൊടുക്കാൻ തക്ക യോഗ്യയായ ഒരു അമ്മയെ നേരത്തെ പിതാവ് കണ്ടുവച്ചിരുന്നു. ഇതാരുടെയും പുതിയ സൃഷ്ടിയൊന്നും അല്ല പരിശുദ്ധാമ്മ. അനാദിയിലുള്ള പിതാവിൻ്റെ സ്വപ്നം, ഡ്രീം ഓഫ് ഗോഡ് ജീസസ്, ഡ്രീം ഓഫ് ഗോഡ്. അപ്പോൾ പിന്നെ നമ്മൾ എന്തിനാ അതിന് വേണ്ടിയിട്ട് കുറേ ഇങ്ങനെ ഒത്തിരി വിവാദങ്ങളൊന്നും എടുക്കേണ്ട കാര്യമില്ല. ശരിക്കും അമ്മയുടെ എന്താ പറയണ്ടേ, എനിക്ക് വാക്കുകൾ വരുന്നില്ല. ശരിക്കും അമ്മയ്ക്ക് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റി നേരത്തെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ അമ്മയിൽ വച്ചിട്ടാണ് പിതാവായ ദൈവം അമ്മയെ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചത്. ദേവാലയത്തിൽ വളർന്നു, സക്കറിയായുടെയും അന്നയുടെയും മകളായി വളർന്നു. പിന്നീട് ദേവാലയത്തിൽ വളർന്നു. ചെറിയ പ്രായത്തിൽ കല്യാണം ആലോചന, ഏകദേശം ഒരു 13-15 വയസ്സിനുള്ളിലായിരിക്കും കല്യാണം ആലോചനയൊക്കെ വന്നതും വിവാഹനിശ്ചയം നടത്തിയതും. അപ്പോൾ ആ കുഞ്ഞു പ്രായത്തിൽ ഗബ്രിയേൽ മാലാഖ വന്ന് ആ മംഗളവാർത്ത അറിയിക്കുമ്പോൾ ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ, ഇതെങ്ങനെ സംഭവിക്കുന്നു ചോദ്യം ചെയ്യുന്നുണ്ടെങ്കിലും ആ മാലാഖ എല്ലാം വിശദീകരിച്ച് കൊടുത്തു കഴിഞ്ഞപ്പം ഇത് ഓക്കെ അമ്മ ഓക്കെ, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ ആ കുഞ്ഞ് 10-15 വയസ്സുള്ള ഇന്നത്തെ കാലത്ത് ഇത് 15 വയസ്സുള്ള കൊച്ചിനോട് ഇത് പറയണമെങ്കിൽ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. ആ കൊച്ചെന്തായാലും ഉത്തരം പറയാം, ഒന്നും അറിയത്തില്ല അതിനെപ്പറ്റി, എന്താ മാലാഖ ആരാ എന്താന്ന് പറയും. പക്ഷെ അന്ന് അമ്മ അത് ആ കുഞ്ഞു പെണ്ണ 15 വയസ്സുള്ള അമ്മ അല്ലെങ്കിൽ 13-15 വയസ്സിൻ്റെ ഉള്ളിലേ കാണാൻ സാധ്യതയുള്ളൂ. അപ്പം അത് സ്വീകരിച്ചു, ഹൃദയത്തിൽ അത് ഉൾക്കൊണ്ടു. അതാണ് ദൈവത്തിൻ്റെ ജ്ഞാനം അമ്മയിൽ ഉണ്ടായിരുന്നതുകൊണ്ട് അതിനെ ഉൾക്കൊള്ളാൻ പറ്റിയത്. അത് ഞാൻ ഒത്തിരി ചിന്തിച്ച കാര്യമാണ്, ഒത്തിരി വർഷങ്ങളായിട്ട് ഞാനിങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഞാനിത് പരിശുദ്ധമറിയ ദേവമാതാവാണെന്നുള്ള ഒരു തീസിസ് ചെയ്ത, പക്ഷേ എനിക്കതിനെ എവിടെ എത്തിക്കാൻ പറ്റില്ല. അന്ന് എൻ്റെ വികാരിച്ചൻ പറഞ്ഞു, ഈ വിഷയം എടുക്കുക തിയോളജിയിൽ തീസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വികാരിച്ചിൻ്റെ അടുത്തെന്ന് പറഞ്ഞു, അച്ഛൻ ഞാൻ ആഗ്രഹിക്കുന്ന പരിശുദ്ധമറിയ ദേവമാതാവാണെന്നുള്ള വിഷയം എടുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അന്ന് അച്ഛൻ പറഞ്ഞു, ഷൈൻ ടീച്ചറെ ഇത് വലിയൊരു മഹാസമുദ്രമാണ്. അത് ഞങ്ങളുടെ വികാരിച്ച് ജോസഫ് ആമ്പയ്ക്കല്ല, ഞാൻ വെളുത്തങ്ങാടി രൂപത്തിലുള്ള ആളാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞത് വലിയൊരു മഹാസമുദ്രം, ഷൈൻ ടീച്ചറിന് ഇതിനെ എവിടെ എത്തിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. പക്ഷെ അച്ഛൻ പറഞ്ഞതും എനിക്കൊരു സ്വപ്നമായിരുന്നു, അത് തന്നെ ചെയ്യണം. ഞാനത് തന്നെ എടുത്തു. അപ്പോൾ അച്ഛൻ പറഞ്ഞു അതിൽ നിന്ന് 1-2 പോയിൻറ്റുകൾ എടുത്തിട്ട് ചെയ്യാൻ പറഞ്ഞു. അച്ഛൻ പറഞ്ഞ എത്രയോ സത്യമാണ്, ഞാൻ ഇത് എഴുതിയിട്ട് ഇവിടെ തീരണ്ടേ, നമുക്ക് ഒരു 72 ഷീറ്റിനുള്ളിൽ ഒതുക്കേണ്ട കാര്യമാണ്. പക്ഷേ 90-ആയി 150-ആയി 200 ഷീറ്റ് എവിടെ ഒതുങ്ങണ്ടേ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് മഹാസമുദ്രമാണ്. ഞാൻ പിന്നെ അതിൽ നിന്ന് 1-2-4 പരിശുദ്ധ മാതാവിനെക്കുറിച്ചുള്ള 4 പഠനങ്ങൾ അത് സ്പെഷ്യൽ ചെയ്ത് വെച്ചിട്ട് പിന്നെ അതിനെ എങ്ങനെയൊക്കെ ഞാൻ ക്ലോസ് ചെയ്തത്. കാരണം ഇത് പറ്റത്തില്ല, എത്ര പേപ്പറുകൾ ഞാൻ മാറി എഴുതിയാണ് അത് ഞാൻ 72 ഷീറ്റിനകത്തോട്ട് ഒതുക്കി വീണ്ടും അതിന് 50 ഷീറ്റിൽ ഒതുക്കണമായിരുന്നു. വീണ്ടും 50 ഷീറ്റിലാക്കി ഒത്തിരി കഷ്ടപ്പെട്ട എനിക്കത് പ്രാക്ടിക്കലായിട്ട് മനസ്സിലായി. അമ്മയൊരു മഹാസമുദ്രം. ഇന്നലെ തുടങ്ങിയതല്ല, 2025 വർഷം മുമ്പ് തുടങ്ങിയതല്ല അമ്മ. ഇത് പിതാവിൻ്റെ സ്വപ്നം. ഇതിനൊരു വിവാദമാക്കേണ്ട ആവശ്യമില്ല. ഇത് പിതാവിൻ്റെ സ്വപ്നമായിരുന്നു. അന്ന് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് പോകാം നമുക്ക്. അവിടെ പറഞ്ഞ ഉൽപ്പത്തി 3:15 പറഞ്ഞ അത് അന്ന് പിതാവിൻ്റെ സ്വപ്നമാണ് പിശാചിനോട് പറഞ്ഞത് ദൈവം. ആ സ്ത്രീ ഭൂമിയിൽ വരും, അവൻ്റെ മകനും നിൻ തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും, അവൻ നിൻ്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. ആ സ്വപ്നമാണ്. ഇതിപ്പം നമുക്ക് വിവാദത്തിൻ്റെ കാര്യമൊന്നുമില്ല. ശരിക്കും മനസ്സിരുത്തി സത്യം വിവേചിച്ചറിയാൻ വേണ്ടി കണ്ണടച്ചിരുന്ന് ഈ വചനഭാഗങ്ങൾ ധ്യാനിച്ചാൽ മതി. നമുക്ക് പരിശുദ്ധാത്മാവെല്ലാം വെളിപ്പെടുത്തി തരും. അത് ആരായിക്കോട്ടെ, ജാതിയോ നീതി ഒന്നുമല്ല. ക്രിസ്തു ഒരു ക്രിസ്ത്യാനിയുടെ ദൈവമല്ലെന്ന് ഞാൻ എപ്പോഴും പറയുന്ന കാര്യം. ക്രിസ്ത്യാനിയുടെ മാത്രം ദൈവമാണ് ക്രിസ്തു. ക്രിസ്ത്യാനിക്ക് രക്ഷ കൊടുക്കാൻ മാത്രമാണ് ഭൂമിയിലേക്ക് വന്നത്. അന്ന് ക്രിസ്ത്യാനിറ്റി തുടങ്ങിയത് എപ്പോഴാണ്? പക്ഷേ ലോകത്തിൻ്റെ മുഴുവനും ദൈവമാണ് അവന്. ലോകത്തിൻ്റെ മുഴുവൻ സർവ്വചരാചരങ്ങളുടെ സർവ്വജനതയുടെയും ദൈവമാണ്. സ്വർഗത്തിലിരിക്കുന്ന പിതാവിൻ്റെ മക്കളാണ് ഈ ഭൂമിയിലെ എല്ലാ ജനങ്ങളും. നന്മ ചെയ്യുന്നവർ തിന്മ ചെയ്യുന്നവർ എല്ലാം അതുകൊണ്ടല്ലേ പറയുന്നത്. നന്മ ചെയ്യുന്ന തിന്മ ചെയ്യുന്നതെല്ലാം ഒരുപോലെ മഴ പെയ്യ്ക്കുന്നു, സൂര്യൻ തെളിയുന്നു എല്ലാവർക്കും വേണ്ടി. ആരെയും മാറ്റി നിർത്തുന്നില്ല, ഒരു നന്മയിലും ദൈവം മാറ്റി നിർത്തുന്നില്ല. പിന്നെ നമ്മൾ സ്വീകരിക്കുന്ന അനുസരിച്ചിരിക്കും കാര്യം. നമുക്ക് 10 പ്രമാണങ്ങളുണ്ട്, അത് കേട്ട് അനുസരിച്ച് ജീവിക്കുന്നവന് തൃപ്തി പോകും. അപ്പോൾ ഞാൻ പറയുന്നത് വീണ്ടും അമ്മയുടെ ഒരു ഭാഗമാണ് നമ്മൾ കാണുന്നത്. എലിശാമ പ്രായമായി, എലിശാമ ഗർഭിണിയാവുക, സ്നാവയോനെ ഗർഭിണിയാകുമ്പോൾ ആ വിവരം കേട്ടപ്പോൾ അന്ന് അമ്മ 3 മാസം ഗർഭിണിയാണ്, എലിശാമ 6 മാസം ഗർഭിണി. അപ്പോൾ ഇതൊക്കെ ഞാൻ ഒത്തിരി വർഷങ്ങളായിട്ട് ഞാൻ ധ്യാനിച്ച കാര്യമാണ്. അപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി എലിശാമ പ്രായമായ ആളാണ്, ആരെങ്കിലും ഹെൽപ്പ് വേണം. ഇപ്പോൾ പ്രഗ്നൻസിയിൽ കുറേ ഹെൽപ്പ് ചെയ്യേണ്ട ഒരു സമയം, കാരണം നോർമൽ പ്രഗ്നൻസി ആകേണ്ട പ്രായമൊക്കെ എപ്പോഴോ കഴിഞ്ഞു പോയതാണ്, ഒത്തിരി വയസ്സായി. അപ്പോൾ സക്കറിയ പ്രവാചകന് കൊടുത്ത ഗിഫ്റ്റ് അനുസരിച്ച് എലിശാമ ഗർഭിണിയാകുകയും, അപ്പോൾ ആ സമയത്ത് എലിശാമയ്ക്ക് കുറച്ച് പുറത്തിറങ്ങാനൊക്കെ വിഷമമുണ്ടാവും. വയസ്സായി കഴിഞ്ഞിട്ട് പ്രഗ്നൻസി അതിൻ്റെ ഒരു വേദന, ബുദ്ധിമുട്ട്, ശാരീരിക ബുദ്ധിമുട്ട് എല്ലാം ഇത് അമ്മ അറിയുമായിരുന്നേ. അല്ല അമ്മയെ ഫോൺ വിളിച്ചിട്ട് എലിശാമ പറഞ്ഞു, ലേഡി ഒന്ന് വാ, എനിക്ക് ഇവിടെ സുഖമില്ലെന്ന് പറഞ്ഞിട്ടില്ല. അമ്മ എങ്ങനെ അറിഞ്ഞേ? എലിശാമ ഗർഭിണിയാണെന്ന് അറിഞ്ഞു, പക്ഷേ അതിൻ്റെ വേദനകളെപ്പറ്റി അമ്മ കുഞ്ഞല്ലേ, ചെറിയ പ്രായമല്ലേ, എങ്ങനെ മനസ്സിലായി അമ്മയ്ക്ക് മനസ്സിലായ ഒറ്റ കാര്യമുള്ളൂ. അമ്മയ്ക്ക് ദൈവത്തിൻ്റെ ജ്ഞാനം, ഞാൻ പറഞ്ഞതുപോലെ ഉൽപ്പത്തി പുസ്തകം മുതലല്ല, അതിന് മുമ്പേ ദൈവം പ്ലാൻ ചെയ്ത ദൈവത്തിൻ്റെ മാതാവ്, ദൈവത്തോക്കസ് ദൈവമാതാവാണ് അമ്മ. അമ്മയ്ക്ക് ദൈവം ജ്ഞാനം കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കാൻ, മറ്റുള്ളവരുടെ വിഷമം മനസ്സിലാക്കി അവർക്കതിന് വേണ്ടുന്ന കാര്യം ചെയ്തു കൊടുക്കാൻ, സഹായിക്കാൻ.
ആ ചെയ്തു കൊടുക്കാതിൻ്റെ ആ കാര്യങ്ങളെല്ലാം എടുത്ത് കർത്താവിന് മുമ്പിൽ കൊണ്ടുകൊടുക്കും. അതുകൊണ്ടല്ലേ ഈ പഞ്ചാരകരോട് പറഞ്ഞത്, അവൻ പറയുന്നത് അല്ലെങ്കിൽ പറഞ്ഞാൽ പോലായിരുന്നു, പക്ഷേ ഞാൻ ചെയ്തു തരാം, നിങ്ങൾ വിഷമിക്കണം, ഞാൻ യേശുവിൻ്റെ അമ്മ, ഞാൻ ചെയ്തു തരാം പറയത്തില്ലായിരുന്നു. പലരും ദുർവ്യാഖ്യാനം ചെയ്യുന്ന അവിടെയാണ്. പരിശുദ്ധ അമ്മ എല്ലാം ചെയ്തു കൊടുക്കുന്നു. അല്ല, അമ്മയുടെ ജോലി, മകൻ ദൈവമാണ്, ആ ദൈവത്തെ അമ്മയ്ക്കറിയാം. ആ അമ്മയ്ക്കറിയാം ദൈവപുത്രനാണ് എൻ്റെ മോനോട് പറഞ്ഞാൽ എല്ലാം ചെയ്തു തരും. അവനതിനുള്ള ശക്തി പവറെല്ലാം ഉള്ളവനാണ്. ഈ ഭൂമി പാതാളം ആകാശമെല്ലാം അവൻ്റെ കീഴിലാണുള്ളത്. പക്ഷെ അവൻ എളിമ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ മനുഷ്യനായിട്ട് ഭൂമി ജനിച്ചു, മനുഷ്യനെ രക്ഷിക്കാൻ ഒരു കുരിശുമരണത്തിന് വേണ്ടി മാത്രം ഈ ഭൂമിയിലേക്ക് ജനിച്ചു വന്ന എൻ്റെ മോനാണ്. അപ്പോൾ പിന്നെ അതുകൊണ്ടാണ് അമ്മ പറയുന്നത്, അവൻ പറയുന്നത് പോലെ ചെയ്യും. ഇന്നും അത്രേ അമ്മ ചെയ്യുന്നുള്ളൂ. നമ്മുടെ സങ്കടങ്ങൾ നമ്മൾ അമ്മയെ വിളിച്ചു, ഇപ്പം എൻ്റെ വീട്ടിലൊരു പ്രശ്നം അല്ല, എനിക്കൊരു പ്രശ്നമുണ്ട്, ഞാൻ ആദ്യം പറയുന്നത് എൻ്റെ അമ്മച്ചിയോടായിരുന്നു. ചാച്ചൻ പാവമാണ്, ചാച്ചൻ്റെ അടുത്ത് പോയി പറയാം, പക്ഷേ എന്നാലും ഒരു അമ്മച്ചിയോട് കുറച്ചുകൂടി സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ അടുക്കളയിൽ പോയി അമ്മച്ചിൻ്റെ തേങ്ങ അരക്കൊക്കെ ആണെങ്കിൽ മെല്ലെ അവിടെ ചെന്ന് നിന്ന് സോപ്പിട്ട് കുറച്ച് തേങ്ങയൊക്കെ വാരത്തിൽ ഇങ്ങനെ മെല്ലെ നിന്ന് അമ്മ മൂളി എന്നാടി എന്തോ കാര്യമുണ്ടല്ലോ, എന്തോ കാര്യസാധനമാണല്ലോ വന്നേക്കുന്നത്, അത് അമ്മച്ചിക്ക് അറിയാതെ കാര്യസാധനം വന്നേക്കുന്നത്. അപ്പോൾ നമ്മളെ കാര്യം പറയും, അമ്മച്ചിയോട് അമ്മ ഇത് ഇപ്പം ചാച്ചനോടൊന്ന് അമ്മച്ചി അതിൻ്റെ വേണ്ട രീതിയിലൊന്ന് പറഞ്ഞു കൊടുക്കണേ. അപ്പോൾ അമ്മച്ചിക്ക് അറിയാതെ പറയണം. അത് എപ്പോഴാണ് പറയുന്നത്? ദേഷ്യം പിടിച്ചിരിക്കുന്ന സമയത്ത് പറയത്തില്ല, രാത്രി കയറി വരുമ്പോഴേ പറയത്തില്ല. ഞങ്ങൾക്ക് കേൾക്കാം. രാവിലെ ഒരു 4-4:30 ആകുമ്പോൾ രണ്ടുപേരും എഴുന്നേക്കും. അവരുടെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് വെച്ചിട്ട് ഇങ്ങനെ കുടുംബമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. എന്നതാണ് മക്കളുടെ ഭാവിയെപ്പറ്റി, നാളത്തെ സ്വപ്നത്തെപ്പറ്റി, ഇന്നൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളെപ്പറ്റി ഒക്കെയാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം പറഞ്ഞ് അവർ തീരുമാനങ്ങൾ എടുത്ത് വെളുപ്പിനെ എടുപ്പ് നിൽക്കുന്നത്. പിന്നെ ഞങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചു, പിന്നെ സ്കൂളിൽ. അപ്പോൾ ആ കാര്യം അമ്മച്ചി സാധിച്ചു തരും. ചാച്ചനോട് അതിൻ്റെ രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള കഴിവ് ഒരു മധ്യസ്ഥയാണ്, കുടുംബത്തിന് മധ്യസ്ഥ അമ്മയാണ്. അപ്പോൾ എൻ്റെ ജീവിതത്തിലെ ഈ ഭൂമിയുടെ സ്വർഗ്ഗത്തിന്, ഈ ഭൂമിയിലുള്ള എല്ലാവരുടെയും അമ്മ മധ്യസ്ഥയാണ്. അത് ജാതിയോ മതമോ നീതി ഒന്നും നോക്കുന്നില്ല. അമ്മ എല്ലാവരുടെയും അമ്മയാണ്. ദൈവം നമ്മളെ മക്കളായിട്ട് സ്വീകരിച്ചപ്പോഴാണ് യേശുക്രിസ്തുവിനെ നമുക്ക് തന്നിട്ട്, ആ യേശുക്രിസ്തുവിൻ്റെ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സാണ് നമ്മൾ. അപ്പോൾ ആ അമ്മ ആരാ? നമ്മുടെ എല്ലാവരുടെയും അമ്മയാണ്. ക്രിസ്ത്യാനിയുടെ മാത്രമല്ല ഞാൻ പറയുന്നത്, ഭൂമിയിലെ എല്ലാ മനുഷ്യരുടെ അമ്മയാണ് യേശുക്രിസ്തു, പരിശുദ്ധ ഞാൻ പറയും. ആ അമ്മ മധ്യസ്ഥയാകുന്നത് ഇങ്ങനെയാണ്. അമ്മ നമ്മളുടെ എല്ലാം കൂട്ടത്തിലുണ്ട്. അമ്മ ഞാനിപ്പോൾ ഇവിടെ സംസാരിക്കുമ്പോൾ എൻ്റെ കൂടെയുണ്ട്. അമ്മയ്ക്കറിയാം ഇന്നത്തെ എൻ്റെ പ്രോഗ്രാംസൊക്കെ, ഞാൻ എന്തൊക്കെ ചെയ്യാൻ പോകരുത്തരം ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ ഏതൊക്കെ കുഴപ്പത്തിലേക്ക് വീഴാൻ പോകുന്നൊക്കെ അമ്മയ്ക്കറിയാം. അമ്മ നിരന്തരം നമുക്ക് വേണ്ടിയിട്ട് ഓടി നടന്ന് മധ്യസ്ഥം ഈശോയോട് പറയുക, അവൾക്ക് അങ്ങനെ ചെയ്തു കൊടുക്കണം, ഇങ്ങനെ ചെയ്തു കൊടുക്കണം, ഇങ്ങനെ അവളുടെ വീട്ടിൽ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ അവളെ ആത്മാവ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അവൾ സംസാരിക്കാത്ത ദിവസം അവൾക്ക് വിശുദ്ധമായി പങ്കെടുക്കുമ്പോൾ ഭക്തിയില്ല, അവളെ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളും അമ്മ നമ്മളെ അറിയുന്നു. ഓരോ കുടുംബത്തിലും അമ്മയും നമ്മളെ അറിയുന്നുണ്ട്. അപ്പോൾ അമ്മ എല്ലാം അറിയുന്നുണ്ട്. അമ്മ എല്ലാ കാര്യങ്ങളും ശ്രദ്ധാലുവാണ്. ഈ അമ്മയോട് എനിക്ക് ഏറ്റവും പെട്ടെന്ന് എൻ്റെ അമ്മ കൂടെയുണ്ട്. അമ്മയോട് ഞാനൊരു മധ്യസ്ഥം പറയാം, അമ്മ ഈശോടൊന്ന് പറഞ്ഞേക്കണം, എനിക്ക് ഇന്ന കാര്യമുണ്ട് കേട്ടോ. കാരണം എനിക്ക് ഈശോ ഡയറക്റ്റ് പറയാൻ പറ്റാത്തതുകൊണ്ടല്ല, എനിക്ക് ദൈവത്തിനെ കാണാനുള്ള, അല്ലെങ്കിൽ ദൈവം എന്നോട് സംസാരിക്കുന്നത് കേൾക്കാനുള്ള വിശുദ്ധി എൻ്റെ കണ്ണിനും എൻ്റെ ശരീരത്തിനും എൻ്റെ ജ്ഞാനം കുറവ് എല്ലാം ഉണ്ട്. അതുകൊണ്ട് എനിക്ക് അമ്മയ്ക്ക് ഇതെല്ലാം മനസ്സിലാവും, ഈശോയ്ക്ക് മനസ്സിലാവും. എൻ്റെ അമ്മ അത് ഈശോയോട് പറയുമ്പോൾ കുറച്ചും കൂടി വരും. കാരണം എൻ്റെ വിശുദ്ധി കുറവ് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, മാതാവിൻ്റെ ലുത്തിനെ ചൊല്ലുമ്പോൾ പാപികളുടെ സങ്കേതമേന്ന്. പാപികളുടെ സങ്കേതമാണ് അമ്മ. എത്ര പാപം ചെയ്തതിന് അമ്മയുടെ മടിയിൽ പോയി കിടക്കാം. അമ്മ നമ്മളെ ഒരു വീട്ടിലൊരു കൊച്ച്, എനിക്കൊരു ദർശനം കിട്ടിയ കാര്യമാണ്. ഒരു കൊച്ചിങ്ങനെ പുറത്തുകൂടെ ഇറങ്ങി നടന്ന് വാതിൽ അടച്ചിടും, കൊച്ചിനെ നടക്കാതെ. അങ്ങനെ വാതിൽ തുറന്ന് കൊച്ച് പുറത്തിറങ്ങി കളിച്ചപ്പോൾ കുറേ ശരീരം മുഴുവൻ ചെളിക്കകത്ത് വീണുരുണ്ട് കാറിക്കൊണ്ട് തിരിച്ച് ഓടി വരുന്നു. അമ്മ നോക്കുമ്പോൾ കൊച്ച് കാര്യം ഓടി വന്ന് നോക്കും, കൊച്ച് തല മുതൽ കാല് വരെ ചെളിക്കൊണ്ടിനകത്ത് വീണിട്ട് ഇങ്ങനെ അഴുക്കായിട്ട് നിൽക്കുക. അപ്പോൾ അമ്മ എന്നാ ചെയ്തു? അമ്മ പെട്ടെന്ന് ചീഞ്ഞ് നിൽക്കുകയാണല്ലോ, എന്ന് പറഞ്ഞാൽ വഴക്ക് പറയല്ലേ. അമ്മ വേഗം വന്ന്, എൻ്റെ കൊച്ചു വീണല്ലോ, കാലൊക്കെ പൊട്ടിയിട്ടുണ്ടല്ലോ, ഓടി വന്നെടുത്ത് അതിനെ വേഗം വാഷ്റൂമിൽ കൊണ്ടുപോയി കുളിപ്പിച്ച്, നല്ല സോപ്പൊക്കെ ഇട്ട് കുളിപ്പിച്ച്, നല്ല ഡ്രസ്സെല്ലാം ഉടിപ്പിച്ച്, നല്ല പൗഡറൊക്കെ ഇട്ട് അവൻ സുന്ദരനാക്കി തിരിച്ചുകൊണ്ടുവരിക, വീടിനകത്ത് താമസിപ്പിക്കുക, അല്ല വീടിനകത്തേക്ക് കയറ്റാൻ യോഗ്യനാക്കി പറ്റും. ഇത്ര തന്നെ അമ്മ ചെയ്യുന്നുള്ളൂ. ഏതൊരമ്മയുടെ ഉത്തരവാദിത്തമാണ് നമ്മുടെ പരിശുദ്ധമ്മ ചെയ്യുന്നത്. ഇതിനെ ഒത്തിരി വ്യാഖ്യാനിക്കേണ്ട ആവശ്യമൊന്നുമില്ല. തിരുവചനത്തിൽ അങ്ങ് കൃത്യമായിട്ട് പറയുമ്പോൾ അവൻ്റെ മരണത്തോളം കൂടെ നിന്നില്ലേ. ഒരു മകനെ ഇതുപോലെ ദേഹോദ്രം ഏൽപ്പിക്കുന്നത് കണ്ടപ്പോൾ അമ്മ എന്തെങ്കിലും പ്രതികരിച്ചതായിട്ട് വചനം പറയുന്നില്ല. അമ്മ ആ മകൻ്റെ ദുഃഖത്തിലെല്ലാം കൂടെ നിന്ന് ആ ബോഡി എടുത്ത് മടിയിലോട്ട് ഇറക്കി വെച്ചപ്പോൾ അമ്മയുടെ ചങ്ക് പൊട്ടിയെന്ന് ഓർത്ത് വയ്ക്കുന്നു. ഇപ്പം എൻ്റെ മകനായിട്ട് സംഭവിക്കുന്നത്, നമ്മുടെ ആരുടെങ്കിലും മക്കൾക്ക് ഇത് സംഭവിക്കുന്നത്, നമ്മൾ എന്തായിരിക്കും പ്രതികരിക്കുന്നത്? പോലീസിനെ വിളിക്കും, മീഡിയയെ വിളിക്കും, ഭയങ്കര. പക്ഷേ അമ്മ ഒന്നും അവിടെ പ്രതികരിച്ചായിട്ട് കാണുന്നില്ല. പരിശ്രമം ഒന്നും പ്രതികരിച്ചിട്ടില്ലല്ലോ അവിടെ. നിശബ്ദമായിട്ട് എല്ലാം എങ്ങനെ സഹിക്കാൻ പറ്റി? ഞാനെപ്പോഴും വിചാരിക്കും, അമ്മയ്ക്ക് എങ്ങനെ ഇത്ര വലിയൊരു പീഡനം കൺമുമ്പിലൂടെ അത്രയും മണിക്കൂർ 3 മണി വരെ ആ കുരിശ കയറ്റുന്നത് വരെ, മകൻ്റെ കയ്യിലൊക്കെ ആണി അടിച്ച് കയറ്റുമ്പോൾ അമ്മ അനുഭവിച്ച വേദന, മകനേക്കാൾ കൂടുതൽ വേദന അമ്മ അനുഭവിച്ചത്. അപ്പോൾ വ്യാകുലങ്ങൾ 7 വ്യാകുലങ്ങളെ പറ്റി പറയുമ്പോൾ വെറുതെ പറഞ്ഞു പോകേണ്ടതല്ല, 7 വ്യാകുലങ്ങൾ ധ്യാനിക്കേണ്ട കാര്യങ്ങളാണ്. ഈ അമ്മയെ തള്ളി പറയും, തമാശയൊക്കെ ചെയ്യുന്നവരുണ്ടല്ലോ, നിങ്ങൾ ധ്യാനിക്കുക. ആരോടാണ് നിങ്ങൾ മല്ലിടുന്നത്? മല്ലിടുന്ന ആളല്ല അമ്മ, എല്ലാവരുടെയും കൂടെ നിൽക്കുന്ന ആളാണ്. മല്ലിടുന്നവർക്ക് വേണ്ടിയിട്ട് അമ്മ നിരന്തരം മധ്യസ്ഥം പ്രാർത്ഥിക്കുക മോനോട്. എനിക്കിനി കൂടുതലൊന്നും പറയാനില്ല. അമ്മ ലോകത്തിൻ്റെ മധ്യസ്ഥയാണ്.
തിരുസഭയുടെ പഠനങ്ങളൊക്കെ ആക്കിയിരിക്കാനുള്ള അറിവൊന്നും എനിക്കില്ല. പക്ഷേ അമ്മയുടെ സ്നേഹം ഞാൻ അറിയുന്ന ആളാണ്. ആരും അമ്മയെ കളിയാക്കട്ടെ. അമ്മയെന്നും ദൈവമാതാവാണ്. വിശുദ്ധ കന്യാമറിയം നിത്യകന്യകയാണ്. അമലോത്ഭവയാണ്. സ്വർഗ്ഗാരോപതയാണ്. പരിശുദ്ധ അമ്മയെ ഒരിക്കലും നിന്ദിക്കരുത്. ആരും നിന്ദിക്കരുത്. അമ്മയെ നിന്ദിച്ച മോന് വേദന ഉണ്ടാവും. അവൻ്റെ അമ്മയത്, അവന് വിഷമം ഉണ്ടാവും. ആ പരിശുദ്ധ അമ്മയും വിശുദ്ധ യേശുപിതാവും കൂടി അത്ര ബുദ്ധിമുട്ടി തന്നെയാണ് മോനെ വളർത്തിയെടുത്തത്. വലിയ കോടീശ്വരന്മാരൊന്നും അല്ലായിരുന്നു. അവർ പണിയെടുത്ത് ദിവസവും പണിയെടുത്തിട്ടാണ് അവർ ആ മോനെ വളർത്തിയെടുത്തത്. നമുക്കറിയാം, ഈ ഭൂമി ജീവിക്കുമ്പോൾ നമുക്കത്ര ബുദ്ധിമുട്ടുണ്ട് മക്കളെ വളർത്താൻ. ഇന്നത്തെ ഫെസിലിറ്റി ഒന്നും ഇല്ലല്ലോ. പക്ഷേ ഒരു കുറവും വരുത്താതെ മകനെ ശുദ്ധമായിട്ട് വളർത്തി വലുതാക്കി മരണത്തിനായിട്ട് ഒരുക്കി മനുഷ്യന് രക്ഷ നൽകാനുള്ള വലിയ വസ്തുവാക്കി കുരിശിലോളം എത്തിച്ചു. അതിനുശേഷം മരണത്തോളം കൂടെ നിന്നു. മരിച്ചു കഴിഞ്ഞപ്പോൾ ഉദ്ധാനത്തിനും കൂടെ ഉദ്ധാനം ചെയ്ത് കാണാനുണ്ടായിരുന്നു. മരിച്ചു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരെല്ലാം പേടിച്ചു പോയില്ലേ. എല്ലാവരും നാനാഭാഗത്തായി. പക്ഷെ അവരെല്ലാം കൂട്ടി നിർത്തി അമ്മ പ്രാർത്ഥിക്കുമായിരുന്നു. അന്നേരമല്ലേ പെന്തക്കോസ്ത് അനുഭവം ഉണ്ടായത്. അന്നല്ലേ അമ്മയുടെ നേതൃത്വത്തിൽ ഒരു പ്രാർത്ഥനയോ നടന്നപ്പോഴല്ലേ ഒരു പെന്തക്കോസ്ത് അനുഭവം ഉണ്ടായത്. അവിടെ ലീഡ് ചെയ്ത് അമ്മ തന്നെയല്ലേ. എവിടെയാണ് നമുക്ക് അമ്മയെ തള്ളി പറയാൻ പറ്റുന്നത്? അമ്മ തള്ളാൻ പറ്റത്തില്ല. അമ്മ പ്രിയമുള്ളവരെ, ഞാൻ പറയാം, ദൈവമാതാവാണ്. നിത്യകന്യകയാണ്. അമലോത്ഭവയാണ്. സ്വർഗ്ഗാരോപതയാണ്. ഇതെല്ലാം നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റാതെ. അതായത് സഭ എത്ര വർഷങ്ങളായിട്ട് പഠിപ്പിച്ചത്. പക്ഷേ സഹരക്ഷകയാണെന്ന് ഇതിനകത്ത് ചേർത്തിട്ടില്ല ഡോക്യുമെൻറ്റിൽ. അത് പഠിച്ച് ഞാൻ തിയോളജി 5 വർഷം പഠിച്ച ആളാണ്. അതിനകത്ത് അന്ന് ഞങ്ങളെ തലശ്ശേരി രൂപയുടെ ഇന്നത്തെ ബിഷപ്പ് ജോസഫ് പാമ്പ്ലാനി പിതാവ് ഞങ്ങൾക്ക് ക്ലാസ് എടുത്തു. ഞാൻ ചെയ്തു. അപ്പോഴും പിതാവ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങൾ സഹരക്ഷ ചോദിക്കും, പിതാവ് പറയും സഹരക്ഷയായിട്ട് നമ്മൾ ഡോക്യുമെൻറ്റ് ചെയ്തിട്ടില്ല. അത് പഠിച്ചിങ്ങനെ വർഷങ്ങളായിട്ടുള്ള വിശ്വാസത്തിൻ്റെ മേലുള്ള കൂടുതലുള്ള അമ്മയുള്ള സ്നേഹത്തിൻ്റെ മേളിലൊക്കെ അങ്ങനെ പറഞ്ഞു പോകുന്നു. അത് നമ്മളിതുവരെ സഭ അത് അംഗീകരിച്ചിട്ടില്ല. അതിനകത്ത് ചേർത്തിട്ടില്ല. ആകെ അപ്പോൾ ഡോക്യുമെൻ്റ് ആയിട്ടുള്ളത് 4 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ സഹരക്ഷയാണെന്ന് പറഞ്ഞ ഉടനെ ഇപ്പം മാതാവും ഇല്ലാണ്ടായി, അല്ലെങ്കിൽ മാതാവിന് വില അല്ല, അല്ലെങ്കിൽ ശക്തിയില്ല, അല്ലെങ്കിൽ ദൈവമാതാവ് അല്ലാതാവുന്നില്ല, നിത്യകന്യക അല്ലാതാവുന്നില്ല, സർവ്വദേവത അല്ലാതെ ആവുന്നില്ല, അമലോത്ഭവ അല്ലാതെ ആവുന്നില്ല. അമലോത്ഭവയാണ് അതിലെ ഉൽപ്പത്തി പുസ്തകത്തിൽ ഇരിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ അവിടെ വരികയില്ലായിരുന്നു. കാരണം അത്ര നൂറ്റാണ്ട് മുമ്പ് ദൈവപിതാവിൻ്റെ സ്വപ്നമാണ് മാതാവ്. ദൈവപിതാവിൻ്റെ സൃഷ്ടിയാണ് മാതാവ്. സ്പെഷ്യലായിട്ട് തൻ്റെ മോന് വേണ്ടിയിട്ട്. അത് മാതാവിൻ്റെ ഇതുകൊണ്ടല്ല ഞാൻ പറയുന്നത്. ദൈവത്തിൻ്റെ ഡ്രീം ആയതുകൊണ്ട് ദൈവം അതിന് തക്ക യോഗ്യതയുള്ളവളാക്കി പരിശുദ്ധ കന്യകയെ വളർത്തി ഭൂമി ജനിപ്പിച്ച് വളർത്തി എന്നുള്ളതാണ് ആ സത്യം. തർക്കിക്കുന്നവരെല്ലാം തർക്കിച്ചു. പക്ഷേ നിങ്ങൾ ഈ വചനം നോക്കി കറക്റ്റ് കണ്ണടച്ചിരുന്ന് ധ്യാനിച്ച് പ്രാർത്ഥിച്ചിട്ട് ധ്യാനിക്കുക. 1, 2, 3, 4, 5 ദിവസം നിങ്ങൾ ധ്യാനിക്കുക. പരിശുദ്ധാത്മാവിനോട് സത്യം വെളിപ്പെടുത്തരാൻ പറ. അത് ഏത് ജാതി ആൾക്കാർക്കും പരിശുദ്ധാത്മാവ് അവൈലബിളാണ്. എല്ലാവർക്കും ഭൂമിയിലെ എല്ലാ ജനങ്ങൾക്കും പരിശുദ്ധാത്മാവ് അവൈലബിളാണ്. പരിശുദ്ധാത്മാവ് എനിക്ക് സത്യം വ്യക്തമാക്കി തരണേ. ഈ മീഡിയകളിലൊക്കെ കൂടെ ചർച്ച ചെയ്യപ്പെടാനുള്ളതല്ല. ചർച്ച ചെയ്യപ്പെടണം. അപ്പോൾ അമ്മയ്ക്ക് കൂടുതൽ വാല്യൂ ഉണ്ടാകത്തുള്ളൂ. അത് വേറെ കാര്യം. ഈ ഭൂമിയിൽ ആരൊക്കെ എന്തൊക്കെ ചർച്ച ചെയ്താലും എത്ര ഹിംസിച്ചാലും എത്ര നാണം കെടുത്തിയാലും അമ്മയുടെ വാല്യൂ കുറയുന്നില്ല. അമ്മയെന്നും അമ്മയായിട്ട് അവിടെ നിൽക്കും കട്ടയ്ക്ക്. അത് ദൈവത്തിൻ്റെ അമ്മയാണ്. ദൈവത്തിൻ്റെ സ്വപ്നമാണ്. ദൈവപിതാവിൻ്റെ സ്വപ്നമാണ് പരിശുദ്ധ കന്യാമറിയം. നമ്മൾ സ്വർഗീയ രാജ്ഞിയാണത്. അവയുടെ സങ്കേതമായി. എത്ര പാപത്തിൽ നീ ജീവിക്കുന്നുണ്ടെങ്കിൽ നീ പരിശുദ്ധ അമ്മയെ വിളിച്ചു. നിന്നെ സഹായിക്കണം. അമ്മയെന്നും കൂടെയുണ്ട്. അമ്മ എന്നെ സഹായിക്കണേ. എനിക്ക് പാപത്തിൽ നിന്ന് ഒരു വിടുതൽ വേണം. എനിക്ക് സ്വർഗ്ഗത്തിൽ പോകണം. മരിച്ചു കഴിയുമ്പോൾ എനിക്ക് സ്വർഗ്ഗത്തിൽ കയറണം. നരകം എനിക്ക് വേണ്ട എന്ന് നീ ഉറപ്പിച്ച് പറഞ്ഞു. നിൻ്റെ ജാതിയോ നീതി ഒന്നും അതിന് നോക്കത്തില്ല പറഞ്ഞു. അമ്മ നിൻ്റെ കൂടെയുണ്ട്. ഇത് ഉറപ്പാണ്, എൻ്റെ ഉറപ്പാണ്. കാരണം എൻ്റെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങളുടെ വെളിച്ചത്താണ് ഞാനിത് പറയുന്നത്. കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ പറയും ഇത്. അമ്മ ഇന്ന് നമുക്ക് കൂട്ടായിട്ട് അമ്മയെ ഭൂമി തന്നു. ഇതാ നിൻ്റെ അമ്മ എന്ന സ്വർഗ്ഗത്തിൽ ദൈവം തമ്പുരാൻ ഇരുന്നുകൊണ്ട് പറഞ്ഞപ്പോഴാണ് കുരിശേ കിടന്ന് മരിക്കുന്ന സമയം യോഹന്നാനെ വിളിച്ചിട്ട് ഇതേ നിൻ്റെ അമ്മ നിൽക്കുന്നു. അപ്പോൾ അവനെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. അപ്പോൾ അത്രയും നാൾ യോഹന്നാൻ സ്വന്തം ഭവനം ഉണ്ടായിരുന്നല്ലോ. എന്തുകൊണ്ടാണ് സ്വീകരിച്ചു എന്ന് എക്സ്ട്രാ പറഞ്ഞേക്കുന്നില്ല. അന്ന് മുതൽ അവൻ യോഹന്നാന് തൻ്റെ ഭവനത്തിൽ അമ്മയെ സ്വീകരിച്ചത്. നമുക്ക് തന്നിച്ച് പോയതാണ്. നമ്മുടെ കൂടെ ഓടി നടന്ന ഒരു അമ്മയെ നമ്മുടെ കർത്താവ് നമുക്ക് തന്നിട്ട് പോയതാണ്. ഇതാ നിൻ്റെ അമ്മ എന്ന് യോഹന്നാനോട് മാത്രം അത് ലോകത്തോട് മുഴുവൻ പറഞ്ഞൊരു പ്രഘോഷണമാണ്. ഇതാ നിങ്ങൾ വിഷമിക്കുക, നിങ്ങൾക്കൊരു അമ്മ ഞാൻ തന്നിട്ടുണ്ട്. ഈ ഭൂമിയിൽ നിങ്ങൾക്കൊരു അമ്മയുണ്ട്, സ്വർഗ്ഗത്തിനും നിങ്ങൾക്കൊരു അമ്മയുണ്ട്. സ്വർഗ്ഗത്തിലെ അമ്മ ഇന്ന് നിൻ്റെ കൂട്ടത്തിലാണ് നടക്കുന്നത്. ഇതിനെ ഖണ്ഡിക്കാൻ ആർക്കും പറ്റത്തില്ല. പിന്നെ നമുക്ക് തർക്കിക്കാൻ വേണ്ടി കുറേ കാര്യങ്ങൾ പറയാം. അതിൽ കഴമ്പില്ല. കുറേ നാളിങ്ങനെ നമുക്ക് ലൈക്ക് കിട്ടാനും ഷെയർ കിട്ടാനും കുറച്ച് പൈസ ഉണ്ടാക്കാനും ഒക്കെ ഇടുമ്പോൾ കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അത് പറയുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷേ ഇത് സത്യമല്ല. ഇത് സത്യമാണ്. നിങ്ങൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി നിങ്ങൾ ധ്യാനിക്കുക. നിങ്ങൾക്കൊരു വെളിച്ചം കിട്ടും. ഞാനിത് കുറേ വർഷം ധ്യാനിച്ചതിന് ശേഷം കുറേ കാര്യങ്ങൾ തമ്മിൽ വെളിപ്പെടുത്തി തന്നെനിക്ക്. പക്ഷേ അമ്മ എന്നും എനിക്ക് സ്നേഹമാണ്. ഞാൻ എന്ത് തെറ്റ് ചെയ്താലും അമ്മ എന്നെ വിട്ടു പോകത്തില്ല. ഒരു പ്രാർത്ഥിച്ചില്ലെങ്കിൽ എന്നെ പുറത്ത് കളയുമോ? എൻ്റെ പ്രാർത്ഥന കുറഞ്ഞുകൊണ്ട് എന്നെ പുറത്ത് അങ്ങനെ ചിന്തയില്ല. ഞാൻ പ്രാർത്ഥിച്ചാലും ഇല്ലെങ്കിലും അമ്മയുടെ ചങ്കോട് ചേർത്ത് എന്നെ വെച്ചിട്ടുണ്ട്. എനിക്ക് നല്ല ബോധ്യമാണ്. എൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന ഒത്തിരി പ്രശ്നങ്ങൾ, ഒത്തിരി കാര്യങ്ങൾ ഞാൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുക. എൻ്റെ കുടുംബത്തിലൊക്കെ അമ്മ കൂടെ ഉണ്ട്. അമ്മയോട് ഞാൻ പറയും, അമ്മ ഇതേ ഞാനിങ്ങനെ ദുഃഖത്തില്ല, എനിക്കിത് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല, ഞാൻ വല്ല വിഷമത്തില്ല. അമ്മ അവിടെ എനിക്ക് ആശ്വാസം പറഞ്ഞുകൊണ്ടിരിക്കും. എൻ്റെ കൂടെ ഉള്ളത് എനിക്ക് വെളിപ്പെടുത്തി തരും. നല്ല മണമൊക്കെ വരും, നല്ല പരിമളം വരും.
അത് ഞാൻ എപ്പോഴും ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോഴൊന്നും ആയിരിക്കില്ല. എൻ്റെ സങ്കട സമയത്ത് ഞാൻ നിൻ്റെ കൂടെ ഉണ്ടടിയെന്ന് ഒരു വെളിവാക്കി അമ്മയുടെ പ്രസൻസ് കാണാൻ എൻ്റെ കണ്ണുകൾക്ക് ശുദ്ധിയില്ലാത്തത് കൊണ്ട് അമ്മ ഒരു പരിമളമായിട്ട് എൻ്റെ അടുത്ത് വരും, നല്ല മണമായിട്ട്. അമ്മ ഒരു ആശ്വാസം അമ്മേൻ്റെ അടുത്തുണ്ടല്ലോ. ഇത് സത്യം, ഇതാണ് നിങ്ങൾക്ക് അനുഭവിക്കാം, നിങ്ങളിത് ചെയ്യുക. അമ്മയോട് പറഞ്ഞാൽ മതി. ഈശോയോട് പറയാൻ നമുക്കറിയാം, ഈശോ നമ്മുടെ ഏക മധ്യസ്ഥൻ ഈശോയാണ്. പക്ഷെ എൻ്റെ അമ്മ എൻ്റെ കൂടെ നിന്നുകൊണ്ട് എനിക്ക് വേണ്ടി എൻ്റെ കുറവുകൾ, പാപികളുടെ സംഖ്യ എന്ന് പറഞ്ഞാൽ പാപിയായ മനുഷ്യന് വേണ്ടിയിട്ട് ദൈവത്തോട് അനുദിനവും പറയാം, മോനെ അവിടെ ഇങ്ങനെ കാര്യങ്ങളിലൊക്കെ ആ കാര്യം ശരിയാണ്, ഇങ്ങനെ പറഞ്ഞ് അമ്മയുടേതായ രീതിയിൽ പറയുകയും നമ്മളെ അവിടെ കൂടുതൽ സ്വർഗ്ഗത്തിന് അനുയോജ്യരാക്കി മാറ്റാൻ വേണ്ടി അമ്മ നിരന്തരം ഇങ്ങനെ നമുക്കൊരു പ്രവർത്തിക്കുകയും മോനോട് പ്രാർത്ഥിക്കുകയും അത് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. ഈ അമ്മയെപ്പറ്റി ഈ ദൈവപിതാവ് അമ്മയെ എങ്ങനെയാണ് വിഷ് ചെയ്തെന്നത് അതെനിക്ക് ഭയങ്കര അത്ഭുതമായി. ഒരു ഭൂമിയിൽ ഒരു കുഞ്ഞു പെണ്ണ് 10-15 വയസ്സുള്ള പെണ്ണിനെ ഗബ്രിയേൽ മാലാഖയുടെ അടുത്തൊരു മെസ്സേജ് കൊടുക്കും. ഗബ്രിയേൽ മാലാഖയ്ക്ക് സ്വന്തമായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല. ദൈവം എന്ത് പറഞ്ഞു കൊടുത്താൽ അത് മാത്രം ഇവിടെ മെസ്സേജ് കൊടുക്കാനത് ഗബ്രിയേൽ മാലാഖ പറഞ്ഞു മംഗളവാർത്തയുടെ സമയത്ത്. എന്നു പറഞ്ഞാൽ ദൈവകൃപ നിറഞ്ഞവളെ നിനക്ക് സ്വസ്തി. ഈ സ്തുതി ആർക്കാണ് കൊടുക്കേണ്ടത്? സാധാരണ ദൈവത്തിന് മാത്രമല്ലേ ഉള്ളൂ. പിന്നെ എന്തിനാണ് ദൈവപിതാവ് തൻ്റെ മെസ്സേജിൽ ഈ പരിശുദ്ധ മറിയത്തിന് ഈ സ്വസ്തി എന്ന വാക്ക് ഉപയോഗിച്ചത്? മറ്റ് സത്യവേദ പുസ്തകത്തിലൊക്കെ വന്ദനം എഴുതിയിട്ടുണ്ട്. അത് ഞാനൊരു പാസ്റ്ററോട് അതിനെപ്പറ്റി തർക്കിച്ചത്. അത് നമ്മുടെ ബൈബിൾ എഴുതപ്പെട്ട ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം ഉണ്ടായ പുസ്തകമാണ് സത്യവേദ പുസ്തകം. അതിൽ വന്ദനം എഴുതിയിട്ടുണ്ട്. പിന്നെ അതിനകത്ത് ഓരോ പുസ്തകങ്ങളൊന്നും ഇല്ല, അങ്ങനെയൊക്കെ കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ട്. പക്ഷേ അത് സത്യം എന്നതാണ്, ദൈവകൃപ നിറഞ്ഞവളെ നിനക്ക് സ്വസ്തി. അതിന് മാറ്റമില്ല, അതിനൊരു മാറ്റമില്ല. പരിശുദ്ധം പറയുമ്പോൾ സ്തുതി ദൈവം ഒരു പെണ്ണിന്, ഭൂമിയിലെ ഒരു കുഞ്ഞു പെണ്ണിന് സ്തുതി കൊടുക്കണമെങ്കിൽ അവൾ ആരായിരിക്കണം? അത് മാത്രം നിങ്ങൾ ധ്യാനിച്ചാൽ മതി. സ്വർഗത്തിലിരിക്കുന്ന ദൈവപിതാവ്, സർവ്വത്തിൻ്റെ ഉടയവനായവൻ, ത്രിത്വൈക ദൈവത്തിലെ ഒരു വ്യക്തിത്വം, അദ്ദേഹം ഈ ഭൂമിയിലിരിക്കുന്ന ഒരു കുഞ്ഞു പെണ്ണിന് സ്വസ്തി എന്ന് പറയണമെങ്കിൽ ആ പെണ്ണ് ആരായിരിക്കും? ആ പെൺകുച്ച ആരാ? പെൺകുട്ടി ടീനേജ് പ്രായമല്ലേ, കൗമാരക്കാരത്തിയാണ്. അപ്പോൾ അവൾക്ക് എത്ര പവർ ഉണ്ടായിട്ടാണ് ദൈവപിതാവ് സ്തുതി കൊടുക്കുന്നത്? ഭൂമി മറ്റെത്ര പേർക്ക് കൊടുത്തായിട്ട് ബൈബിൾ പറയുന്നുണ്ട് എവിടെയെങ്കിലും? ദൈവസ്തുതി കൊടുത്തായിട്ട് എത്ര പേർക്ക് പറഞ്ഞിട്ടുണ്ട്? ആർക്കെങ്കിലും കൊടുത്തായിട്ട് പറയുന്നുണ്ടോ? ഒത്തിരി കാര്യം ഇടപെട്ടായിട്ട് പറഞ്ഞു, പക്ഷേ സ്തുതി കൊടുത്തായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അതാണ് അനാദിയിലെ അവളെ ദൈവം കരുതി വെച്ചിരുന്നത്. ആര് തർക്കിച്ചാലും ഇത് സത്യമല്ലാതാവുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ആരെ വേദനിപ്പിക്കാനല്ല ഇങ്ങനെയൊന്നും പറയുന്നത്. നിങ്ങൾ സത്യം മനസ്സിലാക്കുക. അവൾ നിത്യരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുക്കുന്നവളാണ്, സഹരക്ഷയല്ല. സഭ പഠിപ്പിക്കുന്നില്ല സഹരക്ഷകയാണ്. പക്ഷേ നമുക്ക് മാതാവിനോട് കൂടുതൽ സ്നേഹം വരുമ്പോൾ നമ്മൾ ഓരോ വാക്കുകൾ പറഞ്ഞ് അതങ്ങനെ നമുക്ക് അതൊരു വിശ്വാസത്തിൽ ഇപ്പം എൻ്റെ അമ്മ ഇത് പറഞ്ഞു, ഞാനത് പറഞ്ഞു, അങ്ങനെ പാരമ്പര്യമായിട്ട് വന്നു പോയത്. അല്ലാതെ സഭയുടെ പഠനമല്ല അത് സഹരക്ഷയാണെന്നുള്ളത്. കറക്റ്റായിട്ട് ഒത്തിരി വീഡിയോസ് നിങ്ങൾ കണ്ടു കാണാൻ മനസ്സിലാക്കിയിട്ടുണ്ടാവും. പക്ഷേ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മളെ ഒരുക്കുവാണ്. കർത്താവ് രണ്ടാം വരവ് വരുമ്പോൾ കർത്താവിൻ്റെ ഇടതുഭാഗത്ത് ആരും ഉണ്ടാകാതെ എല്ലാവരും വലതുഭാഗത്ത് ആകണമെന്ന ദൈവത്തിൻ്റെ സ്വപ്നം അത് സാക്ഷാത്കരിക്കാൻ വേണ്ടി തൻ്റെ പിതാവിനോടുള്ള സ്നേഹം പൂർണ്ണതയിലെത്തിക്കാൻ വേണ്ടിയിട്ട് അമ്മയെ കൊണ്ട് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്നെല്ലാം നമ്മൾ ഒരുക്കി തരുന്ന. അതേ പല സ്ഥലങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. നമ്മൾ പല സ്ഥലത്തും പോയിട്ട് മാതാവിൻ്റെ പ്രദക്ഷിണമുള്ള സ്ഥലങ്ങളിലെല്ലാം പോയി നമ്മൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് വേണ്ടി അവിടുത്തെ വൈദികർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മൾ പല രീതിയിൽ അവിടെ ഉടമ്പടി എടുക്കുന്നു. ഇതെല്ലാം അതൊന്നും കളത്തരല്ല. ഓരോ നാടിനും വേണ്ട രീതിയിൽ കർത്താവ് ഓരോന്നും ക്രമപ്പെടുത്തുന്ന. പരിശുദ്ധാമ്മയ്ക്ക് ഇതിനൊക്കെയാണ് സമയമുള്ളത്. തൻ്റെ മക്കളുടെ വേദനയും കഷ്ടം ദുഃഖം എല്ലാം കണ്ട് മനസ്സിലാക്കി അവരെ ആത്മീയമായിട്ടും ഭൗതികമായിട്ടും ഉയർച്ചയുള്ളവരാക്കി മാറ്റണം. തന്നെ പുത്രൻ രണ്ടാം വരവ് വരുമ്പോൾ അവളെ ഓരോരുത്തരെയും ഒരുക്കി അവൻ്റെ വലതുഭാഗത്ത് എത്തിക്കണം. അതിനുവേണ്ടി അമ്മ ഓടി നടക്കുന്നത്. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രാർത്ഥനകളും അതിനുവേണ്ടിയുള്ളതാണ്. അമ്മയോടുള്ള സ്നേഹം ഒരിക്കലും മറക്കണ്ട. പെറ്റമ്മയെ സ്നേഹിക്കുന്നവൻ ഒരിക്കലും പരിശുദ്ധ അമ്മയെ സ്നേഹിക്കാതിരിക്കാൻ പറ്റത്തില്ല. എൻ്റെ ഈശോയുടെ ഏറ്റവും പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ ഞാനിത് ചെയ്യാണ്ടിരുന്നല്ല ഈ വീഡിയോ. സത്യം പറഞ്ഞാൽ ഇങ്ങനെ വീഡിയോ ചെയ്തിട്ടുമില്ല. പക്ഷേ ഇത് കുറേ ദിവസമായിട്ട് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് എന്നെ പ്രചോദിപ്പിക്കുകയോ ചെയ്യാൻ. അങ്ങനെ ഇപ്പം പ്രചോദനം കൂടി കഴിഞ്ഞപ്പോൾ എനിക്ക് ഇരിക്കാൻ വയ്യാണ്. പിള്ളേരെ തൊട്ടിക്കിടത്തി ഞാനിപ്പോൾ ഇവിടെ വന്നിരുന്നുണ്ട്. ഒരാൾ അവിടെ കിടന്ന് കരയുന്നുണ്ട്. ഇപ്പോൾ അടുത്ത ആൾ കൂടെ എഴുന്നേൽപ്പുണ്ട്. രാവിലെ സമയം ഒരു 7:30 ആയിട്ടുള്ളൂ, 8:00 ആയിട്ടുള്ളൂ. അങ്ങനെ ഓക്കെ. അപ്പം പരിശുദ്ധ ദൈവമാതാവിനെ കുറിച്ച് ഇത്രയെങ്കിലും പറയാനാണ്. അവരെന്നെ അനുഗ്രഹിച്ചതിന്, അമ്മ മാതാവിനെ സഹായിച്ചതിന് എല്ലാം നന്ദി പറയുന്നു. എൻ്റെ വീഡിയോ കേൾക്കുന്നവർ, നിങ്ങൾ തർക്കിക്കാൻ വേണ്ടിയുള്ള തർക്കത്തിൻ്റെ ആ മനോഭാവം മാറ്റി വെച്ചിട്ട് സത്യത്തിൻ്റെ മനോഭാവത്തിലേക്ക് പോകാം. സത്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. സത്യം നിങ്ങളറിയും, ആ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുന്നില്ല ഈശോ പറഞ്ഞേക്കുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് ഈശോയുടെ നാമത്തിൽ നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. എല്ലാവരും സത്യം അറിയട്ടെ. പരിശുദ്ധ അമ്മ അമലോത്ഭവയാണ്, നിത്യകന്യകയാണ്, സ്വർഗാരോപിതയാണ്. പരിശുദ്ധ അമ്മ ദൈവമാതാവാണ്, ദൈവത്തിൻ്റെ അമ്മയാണ്. ദൈവത്തിൻ്റെ അമ്മയല്ല എന്ന് പറയാൻ ആർക്കും പറ്റത്തില്ലല്ലോ. കാരണം യേശുക്രിസ്തു ത്രിത്വൈക ദൈവത്തിൻ്റെ ഒരു ഭാഗമല്ലേ. ഹോളി ട്രിനിറ്റിയുടെ ഒരു ഭാഗമാണ് യേശുക്രിസ്തു. അവൻ്റെ അമ്മയായിട്ട് ഭൂമിയിൽ പച്ചയായ മനുഷ്യനായിട്ട് അമ്മ പ്രഗ്നൻ്റായി ഡെലിവറിയായി കുഞ്ഞിനെ 33 വയസ്സ് വരെ വളർത്തി അമ്മയും യോസേപ്പിതാവും കൂടെ കൂടിയിട്ട് വിശുദ്ധ യോസേപ്പിതാവും കൂടെ കൂടി കഷ്ടപ്പെട്ട വളർത്തി. അല്ല ഒത്തിരി സ്വത്ത് മുതലുള്ളതായിരുന്നു പറയുന്നില്ല. അമ്മ തയ്യൽക്കാരിയായിരുന്നു, അപ്പൻ ആശാരിപ്പണിയായിരുന്നു. രണ്ടുപേരും കൂടെ കൂടി വളർത്തി മോനെ കുരിശുമരണത്തിന് തക്ക യോഗ്യനാക്കി എടുത്തു. അതിനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തു. അവസാനം അമ്മയുടെ മടിയിൽ ആ ശരീരം രക്തത്തിൽ കുളിച്ച് മനുഷ്യനാണോ എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതി വികൃതമായ ആ ശരീരം കുരിശനിറക്കി മടിയിലിറക്കുമ്പോൾ അമ്മ സഹിച്ച വേദനയെപ്പറ്റി എൻ്റെ അമ്മമാരെ നിങ്ങളൊന്ന് ധ്യാനിക്കുക. ആ സ്ഥാനത്ത് എൻ്റെ മോനായിരുന്നെങ്കിൽ ഞാൻ എന്നായിരുന്നതിന് അവസ്ഥ, ഞാൻ ഇല്ലാതായി തീരുമല്ലായിരുന്നു, അറ്റാക്കായിട്ട് മരിച്ചു പോകത്തില്ല അമ്മ. പക്ഷേ അവിടെ അതൊന്നും ചെയ്യുന്നില്ല. നമ്മൾ ആ
പാഷൻ ഓഫ് ദി ക്രൈസ്റ്റ് കാണുമ്പോൾ അമ്മയുടെ മുഖഭാവങ്ങൾ, പക്ഷേ ആ നടിക്ക് അത്രയൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അതിലേറെയായിരുന്നു ആ വേദന എന്ന് ഞാൻ ചിന്തിക്കുന്നത്. പക്ഷെ മനസ്സിലാക്കുക, അമ്മയെ നിന്ദിക്കരുത്, ഒരിക്കലും അമ്മയെ നിന്ദിക്കരുത്. നിങ്ങൾ വന്നിച്ചില്ലെങ്കിൽ നിന്ദിക്കാതിരിക്കുക. അമ്മയുടെ സ്നേഹം എന്നും എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. സർവസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടരിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തി മഹത്വം എന്നേക്കും അങ്ങയുടേതാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥീ, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേ. പിതാവിനും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇതിൻ്റെ ഇടയിൽ എനിക്ക് കുറച്ച് കാര്യം കൂടെ പറയാനുണ്ടായിരുന്നു. അത് ഇപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുകയാണ്. അതായത് പരിശുദ്ധ മറിയത്തിൻ്റെ സ്തോത്രീയത. അത് എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അത്രയേ ഉള്ളൂ. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അത് മാത്രം അമ്മ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ആനന്ദം നമുക്ക് തരാൻ വേണ്ടിയിട്ടാണ് അമ്മ കൂടി നടക്കുന്നത്. കർത്താവിൽ ആനന്ദിക്കുക, ദൈവത്തിൽ ആനന്ദിക്കാനുള്ള ആ കൃപ അമ്മയ്ക്ക് കിട്ടിയ അമ്മയുടെ സന്തോഷം നമുക്ക് തരാൻ വേണ്ടിയിട്ട് അമ്മയോടാണ്. അപ്പോൾ എല്ലാവർക്കും സത്യം മനസ്സിലാക്കാനുള്ള കൃപ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യപിതാവിൻ്റെ മുതലിൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ ഈ വീഡിയോ ചെയ്തതിനകത്ത് ഒത്തിരി കുറവുകൾ, പരിമിതി ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നതാണ്. ഒത്തിരി കുറവുകളുണ്ട്, പരിമിതിക്കറിയാം. തെറ്റുകളൊക്കെ വന്നിട്ടുണ്ട് എല്ലാവരും. എന്നെക്കാൾ ഒത്തിരി അറിവുള്ളവരൊക്കെ തന്നെ ഇത് കേൾക്കുന്നത് നിങ്ങളൊക്കെ എനിക്കറിയാം. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. എങ്കിലും ഇത്രയൊക്കെ പറയാൻ തമ്മിൽ തന്ന അനുഗ്രഹമാണ്. ഓക്കെ, താങ്ക് യു.